ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവർഗീസ് അച്ഛൻ. ഞാൻ വീണ്ടും ഇത്തരമൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ്. സുറിയാനി സഭയിലെ തന്നെ ഒരു സഹോദരി കുറേ നാളുകൾക്ക് മുമ്പ് എന്നോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ആരാണ് വിശുദ്ധർ? രണ്ടാമത്തെ ചോദ്യം, ഒരു സുറിയാനി സഭയിലെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ എന്തൊക്കെയാണ്? ഞാൻ ചോദിച്ചു, ഇതവിടെ പോയി. അപ്പം കുറേ ധ്യാന കേന്ദ്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കിട്ടിയ ഒരു ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ വന്നത്. അപ്പം ഇനി ഞാൻ അവരോട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു, എങ്കിലും പൊതുവായി ഒന്ന് പറയണമെന്നുള്ള ആഗ്രഹത്താൽ പറയുന്നു. ഒന്നാമത്തെ ചോദ്യം, ആരാണ് വിശുദ്ധർ? ശുദ്ധമുള്ളവനായ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ സഭ, അതായത് നസ്രാനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ദൈവവും ദൈവപുത്രനുമാണ് എന്ന് വായ കൊണ്ടും അതരങ്ങൾ കൊണ്ടും ഏറ്റു പറഞ്ഞിട്ട് അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് അവൻ്റെ ശരീരങ്ങളെ പങ്കാളിയാകുന്ന സകലരും വിശുദ്ധരാണ്. അവർ കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭയാണ്. ഒരു മണവാളിനും മണവാട്ടിയും തമ്മിൽ എപ്രകാരമാണോ ബന്ധം, അത്ര ദൃഢവും ഇഴയെടുപ്പവും ഉള്ളതാണ് കർത്താവും സഭയുമായിട്ടുള്ള ബന്ധം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവിൻ്റെ മണവാട്ടിയാണ് സഭ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും വേഷവിധാനങ്ങൾ ധരിച്ചവർ മാത്രമാണ് മണവാട്ടി എന്നൊരു കോൺസെപ്റ്റ് സുറിയാനി സഭയ്ക്കെന്നല്ല ഒരു സഭയ്ക്കും ഇല്ല. പിന്നെ പറയുമ്പോൾ അങ്ങനെ പലതും പറയാറുണ്ടെങ്കിൽ പോലും, എങ്കിലും വിശുദ്ധർ അവർ ചോദിച്ചു, മേൽപ്പെട്ടക്കാർ മാത്രമാണോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരെ വിശുദ്ധരായിട്ട് കണക്കാക്കില്ലേ എന്നൊക്കെ ആ സഹോദരി ചോദിക്കുമ്പോൾ, പ്രത്യക്ഷത്തെങ്കിൽ അത്തരമൊരു തോന്നൽ സാധാരണ വിശ്വാസികൾക്കുണ്ടാകാം. കാരണം സുറിയാനി സഭ എപ്പോഴും വിശുദ്ധരായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ മധ്യസ്ഥ അർപ്പിക്കുന്നതൊക്കെ ഏതെങ്കിലും മേൽപ്പെട്ടക്കാരോ അങ്ങനെയുള്ള സ്ഥാനികളായിട്ടുള്ള ആളുകളിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു സംശയങ്ങളുണ്ടാകും. വിവാഹം കഴിച്ചവർക്ക് വിശുദ്ധരാകാൻ കഴിയില്ലേ, അല്ലെങ്കിൽ അൽമായർ വിശുദ്ധരല്ലേ എന്നൊക്കെ. ഇതിനുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞു. ശുദ്ധമുള്ളവനായ പെരുമൽ തിരുമേനി തൻ്റെ ഇടവകയായ മുളന്തുരുത്തി പള്ളിയിൽ ഒരിക്കൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പള്ളിമേടയിൽ ഇരിക്കുന്ന സമയത്ത് പള്ളിയുടെ സെമിത്തേരിയിൽ ആളുകൾ ധൂപപ്രാർത്ഥനയ്ക്കായിട്ടും മറ്റു കാര്യത്തിനുമായിട്ട് വൈദികരുടെ കൂടെ പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും ബലങ്ങും ഒക്കെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ആ പുണ്യവാൻ അവരെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, വിശുദ്ധന്മാരുടെ അസ്ഥികൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ നിങ്ങൾ ബഹുമാനമില്ലാതെ അവരുടെ അസ്ഥികളിൽ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇടയാവരുത്. അപ്പോൾ അവിടെ കൂടുതൽ അടക്കപ്പെട്ടിരിക്കുന്നത് അൽമായരാണല്ലോ. വൈദികർക്കന്ന് സെപ്പറേറ്റ് സംവിധാനം അടക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിശുദ്ധന്മാരുടെ അസ്ഥികൾ ധാരാളമായി അവിടെ ഉണ്ട്. അപ്പം അതിനെ ബഹുമാനിക്കാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചവിട്ടി മെതിക്കരുത് എന്ന്. അതാണ് സഭയുടെ കാഴ്ചപ്പാട്. അൽമായരാണോ, വൈദികരാണോ, ഷമ്മാശന്മാരാണോ, മേൽപ്പെട്ടക്കാരാണോ, അല്ലെങ്കിൽ സന്യാസിനിമാരാണോ, ഇതൊന്നും നോക്കിയിട്ടല്ല വിശുദ്ധരാകുന്നത്. പിന്നെ അവർ ചോദിച്ച ചോദ്യം, വിവാഹം കഴിക്കുന്ന വിശുദ്ധ പദവിക്ക് ഒരു തടസ്സമാണെന്ന്. ഒരിക്കലുമല്ല. മർത്തശ്മൂനിയമ്മയും അവളുടെ 7 മക്കളും, മർത്തശ്മൂനിയമ്മ വിവാഹിതയായി 7 മക്കളുണ്ടായി. ഭർത്താവ് മരിച്ചതിന് ശേഷവും വിശ്വാസത്തെ പ്രതി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ച് അവളും അവളുടെ മക്കളും വീരമൃത്യു വരിച്ചവരാണ്. അവർ സഹത പദവികൾക്ക് അർഹരായി തീർന്നവരാണ്. മൊർത്ത യൂലിത്തിയും മോൾ കുറിയാക്കോസ് സഹതായും അമ്മയും മകനുമാണ്. അവരും വിശുദ്ധരാണ്. അതുപോലെ തന്നെ ഗീവർഗീസ് സഹത ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പട്ടക്കാരനോ മേൽപ്പട്ടക്കാരനോ ഒന്നുമായിരുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അനേക വിശുദ്ധർ സഭയിലുള്ള വിശ്വാസികളുടെ മധ്യസ്ഥരായി വർത്തിക്കുന്നവർ പലരും വിവാഹിതരോ അല്ലെങ്കിൽ സാധാരണ അൽമായക്കാരോ ഒക്കെ ആയിരുന്നു. ഇനി മറ്റൊരു സഭയിൽ പെട്ട സാധു കൊച്ചുദർശി, അദ്ദേഹം വിശുദ്ധനാണ്. പ്രത്യക്ഷത്തെങ്കിൽ സഭ എന്ന നിലയിൽ മറ്റ് സഭകൾ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ആ സഭയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമോ രീതികളോ ഇല്ല എന്നതുകൊണ്ട് അദ്ദേഹം വിശുദ്ധനല്ലാതെ വരുന്നില്ലല്ലോ. അദ്ദേഹം വിവാഹിതനായിരുന്നു, മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ അദ്ദേഹം വ്യാപരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സ്വന്തം മകൻ്റെ മൃതശരീരം കാണുകയും അത് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട്
പാടുകയും ചെയ്ത പാട്ടാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങി ഹല്ലേലൂയ പാടും എന്നുള്ളത്. അപ്പം അദ്ദേഹവും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന, വിശ്വാസത്തെ വ്രതമായി സ്വീകരിച്ച് ദാരിദ്ര്യത്തെ സന്തോഷമായി കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹവും വിശുദ്ധനാണ്. സാധു സുന്ദർ സിംഗ് ഒരൽമായനായിരുന്നു, അദ്ദേഹവും വിശുദ്ധനാണ്. യേശുക്രിസ്തുവിനെ പ്രതി സ്വയം സമർപ്പിച്ച സകലരും വിശുദ്ധരാണ്. ആ വിവാഹജീവിതം നയിച്ച് ജീവിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളാൽ കൊല്ലപ്പെട്ട അനേകരെ അടുത്ത കാലത്ത് IS തീവ്രവാദികൾ അടക്കമുള്ളവരാൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. കടൽ തീരത്ത് വെച്ച് കൊല്ലപ്പെട്ട ആ 21 പേരും വിവാഹിതരായിരുന്നു, കുടുംബജീവൻ നയിക്കുന്നവരായിരുന്നു. അവരെ എല്ലാ സഭകളും ഒരുപോലെ വിശുദ്ധരായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സുറിയാനി സഭയിലെ ഒരു വൈദികനായിരുന്ന ആൾ, അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്കുള്ള തയ്യാറെടുപ്പും ഒരുക്കവും നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോടുകൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എങ്കിലും നിങ്ങളുടെ ഭർത്താവിനോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ ബെസ്കിയോമ ആ തീവ്രവാദികളോട് സധൈര്യം പറഞ്ഞു, ഒരു പുരോഹിതനായിരിക്കുന്നവൻ്റെ ഭാര്യയാണ് ഞാൻ. എനിക്ക് എൻ്റെ ഭർത്താവ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും അതിനെ നിഷേധിക്കുകയും അടുത്ത നിമിഷം ഈ പുരോഹിതൻ്റെ തലയറുത്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ പ്രവർത്തിച്ചു. അവിടെ ദൈവത്തിൻ്റെ ഒരു വചനമാണ് നിറവേറിയത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു എന്ന് പറയുന്ന കാലം വരും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, അവരെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ അവർക്ക് കൊല്ലാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ കൊല്ലപ്പെട്ടതിന് ശേഷവും വിധിക്കുവാനും നരകത്തിലിടുവാനും ശിക്ഷിക്കുവാനും കഴിവുള്ളവനായ ദൈവത്തിൽ നിങ്ങൾ ഭയപ്പെടുക, അവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് തീവ്രവാദികളായിട്ടുള്ളവരുണ്ടാകും, അവർ നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് എന്ന് പറയുന്ന കാലം വരും. ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ളവരുടെ മതത്തിന് വേണ്ടി കൊല്ലുന്ന രീതികളും കാണുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കർത്താവിൻ്റെ വചനം നിറവേറ്റപ്പെടുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. എന്നും കരുതി അതിനോട് പ്രതികരിക്കരുത് എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ വിശുദ്ധരാരാണ്? സഭ ആരെങ്കിലും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചാൽ അവർ മാത്രമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. അല്ല. നിങ്ങളുടെ പിതാക്കന്മാരും സത്യവിശ്വാസത്തിൻ്റെ പാത നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ പൂർവികരും നിങ്ങളെ ഈ വിശ്വാസം നിലനിർത്തി സത്യവിശ്വാസത്തെ പ്രതി ജീവിതവും നയിച്ച് ക്ലേശങ്ങളും കഷ്ടതകളും സഹിച്ച് ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമായിട്ടുള്ള സകലരും ക്രിസ്തുവിലായിരുന്നുവെങ്കിൽ 100% വിശുദ്ധരാണ്. അവർ ആത്മാവിൽ സജീവരാണ്. അവരുടെ മധ്യസ്ഥ നമുക്ക് കോട്ടയാണ്. അത് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തില്ല എന്നതുകൊണ്ട് അല്ലാതാകുന്നില്ല എന്ന് ഓർത്തിരിക്കുക. പിന്നെ മേൽപ്പെട്ടക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത് അടിസ്ഥാനപരമായി വിശുദ്ധർ സജീവരാണ് എന്ന് വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. എന്ത് ജോലി ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ കഴിയുമെന്ന്? പലപ്പോഴും ദുരഭിമാനത്തിൻ്റെ മകുടമായ ഉദാഹരണങ്ങളാണ് ക്രിസ്ത്യാനികൾ. എനിക്ക് സർക്കാർ ഉദ്യോഗം മാത്രമേ ചേരുള്ളൂ, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വർണത്തിൻ്റെ ബിസിനസ് മാത്രമായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞോട്ടെ, സ്വർണ്ണം എന്ന് വെച്ചാൽ അതുപോലെ ഉന്നതമായ മാന്യതയുള്ള തൊഴിൽ മാത്രമായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. അല്ലെങ്കിൽ നല്ല നിലവാരത്തിലുള്ള ജോലി അത് മാത്രമേ എനിക്ക് പാടൂ, ഞാനല്ലാത്തൊന്നും പാടില്ല എന്നുള്ള ചിന്തിക്കുന്ന അനുഭവം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ദുരഭിമാനത്തെ കൂടപ്പുറപ്പ് പോലെ കൂട്ടിക്കൊണ്ടു നടക്കുന്നതുകൊണ്ട് പലപ്പോഴും ക്രിസ്ത്യാനിക്ക് നല്ല തൊഴിൽ മേഖലകളിൽ സാധ്യതകളുണ്ടെങ്കിൽ അതിലൊന്നും ചെന്ന് ചാടാനോ ഒരു ബിസിനസ് മേഖലയിൽ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുവാനോ ധൈര്യം പോലെ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ ഒരു യുവാവ് വിദ്യാഭ്യാസ കാലശേഷം അവനൊരു തൊഴിലിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ, സ്വന്തമായൊരു ബിസിനസ്സിനാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ സമൂഹം കേൾക്കുമ്പോൾ മാന്യമാണ് എന്ന് തോന്നുന്നില്ല എങ്കിൽ, എന്ന് വെച്ചാൽ സ്വർണ്ണ കച്ചവടമോ
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തുണിക്കച്ചവടമോ നല്ല അത്തരമുള്ള സമൂഹത്തിൽ മാന്യത നൽകുന്ന വ്യാപാരമല്ലെങ്കിൽ മോശം എന്ന് ചിന്തിക്കും. അവനൊരു പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അവരങ്ങനെ എന്നോട് ചോദ്യം ചോദിക്കേണ്ടി വന്നത്. അപ്പോൾ ആക്രി ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ വസ്തുക്കളുടെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ നീ വഴിവെക്കലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന തൊഴിലായിരുന്നാലും എന്ത് തൊഴിലായിരുന്നാലും നീ മാന്യമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും അത് മാന്യതയുള്ള തൊഴിലാണ്. കേരളത്തിൽ നീ ചെയ്യാൻ മടിക്കുന്ന എല്ലാ തൊഴിലും നീ അന്യദേശത്ത് പോയി വൃത്തിയായിട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിനക്കത് ദുരഭിമാനവും, മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പണം കാണുമ്പോൾ അത് അഭിമാനവുമായി തീരുന്നു. ഈ മാർക്കറ്റിലേക്ക് മാത്രമേ പെൺമക്കളെ അയക്കൂ എന്ന് ശഠിക്കുന്ന മാതാപിതാക്കൾ ധാരാളം ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അതുപോലെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ സഹോദരി ഇത്തരം ഒരു ചോദ്യം എന്നോട് ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ ഒന്ന് ഓർക്കുക, യേശുക്രിസ്തു പട്ടാളക്കാരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മതി എന്ന് വെപ്പി. അവരുടെ തൊഴിലനുസരിച്ചാണ് ചിലപ്പം യുദ്ധം ചെയ്യേണ്ടി വരും, കൊല്ലേണ്ടി വരും, പിടിച്ചെടുക്കി കൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലേണ്ടി വരും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ നീതി അനുസരിച്ച്, ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്, അതിൻ്റെ ഉത്തരവുകളനുസരിച്ച് ചിലപ്പോൾ അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ തൊഴിൽ പ്രത്യക്ഷത്തിൽ അയ്യോ ദ്രോഹികളാണ് എന്ന് ചിന്തിച്ചാലും അവർ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നല്ലത് തന്നെ. അതേസമയത്ത് കൈക്കൂലി മേടിച്ച് അനീതിയോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കുറ്റകരവുമാണ്. ഇതെല്ലാ തൊഴിലിനും ബാധകമാണ്. നീ ചെയ്യുന്ന ഒരു ജോലി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റേതും നീ ചെയ്യുന്ന ജോലിക്ക് സർക്കാർ കൃത്യമായി മാന്യമായ വേതനം തരുമ്പോൾ നീ അനർഹമായി കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അത് അപമാനിക്കപ്പെട്ട ജോലി. നീ ചെയ്യുന്ന ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അല്ലാതെ നീ അത് ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത്. നീ ചിലപ്പം ഒരു പൊതു ശൗചാലയം ശുചിയാക്കുന്ന തൊഴിലായിരിക്കും നിനക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് മാന്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് അത് മോശമായ വിധത്തിലാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ബഹുമാനിക്കപ്പെടുകയില്ല. അപ്പോൾ വഴിയിലിരുന്ന് പച്ചക്കറി വിൽക്കുന്നതും അതുപോലെ തന്നെ നീ ഒരു സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, നിയമവിരുദ്ധമായ സ്വർണം കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വ്യാപാരം ചെയ്യുന്നതാണെങ്കിൽ അത് അനീതിയാണ്, അപമാനിക്കപ്പെട്ടതാണ്. അതിനേക്കാൾ അത്രയും നല്ലതാണ് വഴിവെക്കൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നീ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നിനക്ക് മാന്യത. ലോകത്തിൻ്റെ നിയമവും രാജ്യത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ നിയമവും അനുസരിച്ച് നീ ചെയ്യുന്നത് ഏത് തൊഴിലായിരുന്നാലും അത് മാന്യമായി. മോഷണം, കൊലപാതകം, പിടിച്ചുപറി, വ്യഭിചാരം തുടങ്ങിയ തൊഴിലുകൾ ഒഴികെ എന്ത് തൊഴിലും ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മാന്യമായ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് മാന്യമായ തൊഴിലാണ്. അതുകൊണ്ട് തൊഴിലിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് പോലെ ഇരിക്കും. തൊഴിലിൻ്റെ പേരിലല്ല. പോലീസുകാരെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടക്കേടും ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷേ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല എങ്കിലത്തെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അക്രമങ്ങളും കലഹങ്ങളും വർദ്ധിക്കും. പക്ഷേ ഈ പോലീസുകാരൻ കൈക്കൂലി മേടിക്കുന്നവനും കൊള്ളരുതാത്തവനും ആഭാസനുമായി തീർന്നാലോ അവർ വെറുക്കപ്പെട്ടവരായിത്തീരും. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി ഏതെന്നാണ് വിലയിരുത്തുന്നത്. ആ വിലയിരുത്തുന്നത് അവരെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. അല്ലാതെ ഇന്ന തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രം അവൻ വെറുക്കപ്പെട്ടവനും ആ തൊഴിൽ എങ്ങനെ ചെയ്താലും മാന്യമെന്ന് സമൂഹം കൽപ്പിക്കുന്ന തൊഴിൽ ചെയ്യുമ്പോൾ അവൻ മാന്യനുമായി തീരുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.